മീ ടു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മീ ടു പോലുള്ള അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാസ്റ്റിംഗ് കൗച്ച്, മീ ടു എന്നൊക്കെ പറയുന്ന ഇപ്പം കേൾക്കുന്ന വാക്കുകളാണ്. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്നൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിനോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരാളിനോട് ഒരു വല്ലായ്മ തോന്നിക്കഴിഞ്ഞാൽ അത് അറിയിക്കുന്ന രീതിയിൽ പറഞ്ഞ് അങ്ങ് തീർക്കുകയാണ്. അപ്പം തന്നെ അങ്ങനെയൊന്നും സംസാരിക്കരുത്, ശരി കഴിഞ്ഞു. പിന്നെ മീ ടു പോലുള്ള ഇത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയില്ല, ചുട്ടപ്പം പോലെ അപ്പം പറഞ്ഞ് അപ്പം അതിനെ അങ്ങ് ഫിനിഷ് ചെയ്യുക, വച്ചിരുന്ന് തീർക്കുക. വെച്ചിരുന്നിട്ട് അയ്യോ ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അത് ശരിയല്ല. കാരണം മീ ടു എന്നും ഒരിതുണ്ട് എന്ന് വെച്ചിട്ട് അതിനെ റോങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞ്, അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഷൂട്ടിംഗ് തീരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇതിനൊരു പ്രതിവിധി നിങ്ങൾ കാണണം എന്ന് പ്രൊഡ്യൂസർ എടുത്തോ ഡയറക്ടർ എടുത്തോ പറഞ്ഞിട്ട് അപ്പം തന്നെ അങ്ങ് തീർക്കുക. തീർത്തിട്ട് ചേട്ടായി അങ്ങനെ വല്ല ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞങ്ങ് തീർക്കുക. പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പറഞ്ഞാലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ തമിഴിൽ പറയുന്ന പോലെ അടി ഉതവുற മാതിരി അണ്ണൻ തമ്പിയും ഉതവാത് കൊടുക്കുമ്പോൾ ശരിയാവും. പാട്ടുകൾ. ചോദ്യം: ഈ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ലിറിക്സ്: എ ഗിരീഷ് പുത്തഞ്ചേരി, ബി ഷിബു ചക്രവർത്തി, സി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. കൈതപ്പുറം അല്ല, അത് തീർച്ച. ആ സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ആ ഒരു പേരന്ന് ഇല്ല, അത്ര ഫേമസ് അല്ല. ഷിബു ചക്രവർത്തിയാണ് സാധ്യത. ഷിബു ചക്രവർത്തി ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഈ നമ്മുടെ ഓരോ സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിൽ പോകുമ്പോൾ കാറിൽ പോവും അല്ലേ? ചിലപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാനിൽ പോവും. പക്ഷെ ലോറി കയറി പോയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഞാൻ ഒരു കന്നഡ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ഷൂട്ടിംഗ് നടന്നപ്പോൾ അവിടെ മൈസൂരിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വന്നിട്ട് രാവിലെ ഡേ ലൈറ്റിൽ വർക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് നൈറ്റ് മൈസൂർ പോകണം. കാരണം 2 ഫിലിം ഒരുമിച്ച് നടക്കുക, കാൾഷീറ്റും ഇല്ലല്ലോ. അപ്പോൾ ഡേ നൈറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയം. ആ സമയത്താണ് ഇന്ദിരാഗാന്ധിജിയുടെ അസാസിനേഷൻ നടക്കുന്ന സമയം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അന്ന് നല്ല നല്ല ഇരുട്ടുള്ള സമയം കൂടെ ആയിരുന്നു. അതെ, ഇരുട്ടുള്ള സമയം. ചൊവ്വാഴ്ചയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു വെള്ളയും ബ്ലാക്കും കൂടെ ചെക്സ് ആയിട്ടുള്ള ഒരു ഫുൾ ഫ്രോക്കായിട്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു പ്രേതം ലുക്കുണ്ട്. അപ്പം ഞങ്ങൾ പുറപ്പെട്ട് കുറച്ച് സമയം വന്നു കഴിഞ്ഞാൽ 2 ടയർ പഞ്ചർ, വണ്ടി പഞ്ചർ, പോവുകയും വേണം. രാത്രി പേടി. ഞാൻ, എൻ്റെ മേക്കപ്പ് മാൻ, എൻ്റെ അസിസ്റ്റൻ്റ് എല്ലാവരും ഉണ്ട്, ഹെയർ ഡ്രസ്സർ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നിൽക്കണം. ഒരൊറ്റ വണ്ടി നിർത്തണം. എങ്ങനെ നിർത്തും? ഈ വെള്ള ഫ്രോക്ക് ഇട്ടുകൊണ്ട് റോഡിൻ്റെ നടുക്കൊന്നും ഇങ്ങനെ കാണിച്ചാൽ ആരെങ്കിലും വണ്ടി നിർത്തുമോ? പിശാസ് എന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് കൈ നിർത്തണു, വേറെ വഴി ഞാൻ പോയേ പറ്റൂ. അപ്പോൾ ഡ്രൈവറിന് നിങ്ങൾ റോഡിൻ്റെ നടുക്ക് പോയി നിൽക്കുക, അങ്ങനെയെങ്കിലും വണ്ടി നിർത്തട്ടെ. നമ്മൾ സൈഡിൽ നിന്നല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. റോഡിൻ്റെ നടുക്ക് പോയി നിന്ന് ഒരു ലോറി വന്ന് അങ്ങനെ നിന്നു. നോക്കുമ്പോൾ ഇവിടം വരെ താടി വെച്ചിട്ട് ഒരാൾ ഇറങ്ങി വരണം. ഒന്ന് അങ്ങേരെ എന്നെ കണ്ടു പേടിച്ചു, ഞാനും അങ്ങേരെ കണ്ടു. കാരണം അസാസിനേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണേ. ആ സമയത്ത് ഈ താടി വെച്ച ആൾക്കാരെയൊക്കെ ഇച്ചിരി പേടിയുള്ള സമയമായിരുന്നു. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ ഉള്ളവരെയൊക്കെ നോക്കി. ഉടനെ എൻ്റെ വണ്ടിയിൽ പോകണമാ അവർ ചോദിക്കണു. പോയില്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കില്ല. അപ്പോൾ ക്യാ ഹേ വൈ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളെല്ലാവരും പേടിച്ച് നിൽക്കുക. കാരണം ആ ലോറിയിൽ ഒറ്റ ആളേ ഉള്ളൂ. നല്ല ഹൈറ്റും ഇവിടം വരെ താടിയും ഇതുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കഹാ ജാരഹയെന്ന് ചോദിച്ചു. പറഞ്ഞു ബാംഗ്ലൂർ ജാരയോ എന്ന് പറഞ്ഞു. അപ്പം ചിരിയൊന്നുമില്ല, ഒരു സീരിയസ് ഫേസ് ആണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് മാൻ ഇവിടെ ഉള്ള ആളാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, നിയമം. അപ്പോൾ പറഞ്ഞു ഇതിൽ പോണ്ട അമ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പോയല്ലേ പറ്റുള്ളൂ. നോക്കുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടി പോലും അങ്ങോട്ടായിട്ടും പോകുന്നില്ല. അപ്പോൾ ക്യാഹേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകണം, ഞങ്ങളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങേരെ ഞങ്ങളെ സംശയത്തോടു കൂടി നോക്കണം. അപ്പം അവസാനം ഞാൻ പറഞ്ഞു, ഹിന്ദിയിൽ പറഞ്ഞു, ഇങ്ങനെ ഷൂട്ടിംഗ് ആണ്, ഇങ്ങനെ പോവാണ്, വണ്ടി പഞ്ചറായി, 2 ടയറും പോയി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് സംശയമൊക്കെ ഇതായിരിക്കും വെച്ചാൽ ഞങ്ങൾ മേക്കപ്പ് ബോക്സൊക്കെ കാണിച്ചു, ഇത് വിഗ് ഇതൊക്കെ കാണിച്ചിട്ട് ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞതിന് ശേഷം
ആ ലോറിയിലാണ് ഞങ്ങൾ ബാംഗ്ലൂർ വന്നത്. ശരി. ലോറിയിൽ ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ടാക്സി എടുത്ത് ഷൂട്ടിങ്ങിന് പോയത്.